ഹായ്, ഐ എം നിഖിൽ. CMA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ പേപ്പർ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പറിന്റെ നെക്സ്റ്റ് ലെവലാണ്, അഥവാ ആപ്ലിക്കേഷൻ ലെവലാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് അത് ഫസ്റ്റ് ടൈം കേൾക്കുന്ന സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ +2 കഴിഞ്ഞ സ്റ്റുഡന്റ് ആണെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ ആ സബ്ജക്ട് പഠിക്കുന്നത്. അപ്പോൾ ആ സബ്ജക്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഗ്രൂപ്പിൽ കംപ്ലീറ്റ് കോസ്റ്റിങ്ങിന്റെ കംപ്ലീറ്റ് നമ്മൾ അവിടെ പഠിക്കും. എന്താണ് കോസ്റ്റിംഗ് കമ്പ്യൂട്ടർ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ടെക്നിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കും. കോസ്റ്റിന്റെ ബേസിക്സും എലിമെന്റ്സും ഒക്കെ കംപ്ലീറ്റ് അവിടെ നമ്മൾ പഠിക്കും. അത് 100 മാർക്സിന്റെ പേപ്പറാണ്. അത് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് പേപ്പറാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇവിടെ നമ്മൾ അവിടെ പഠിച്ച അതേ ടോപ്പിക് ഇവിടെയും ഡിസ്കസ് ചെയ്യും. റിപ്പീറ്റ് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചില ചാപ്റ്റേഴ്സ് കൂടുതൽ പഠിക്കും, അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കും. മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടി, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് പഠിക്കുന്നതോട് കൂടി, മാനേജ്മെന്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോഴാണ് ഈ ഒരു ടോപ്പിക് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രാക്ടിക്കൽ ലെവൽ, അഥവാ നിങ്ങൾ CMA പാസ്സായിട്ട് ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത്, കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആ ഒരു പോസ്റ്റിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇത്, കോസ്റ്റ് അക്കൗണ്ടിങ്. സോ നമ്മൾ ആ സബ്ജക്റ്റ് ഇപ്പം നമ്മൾ പഠിക്കുന്ന പേപ്പറിൻ്റെ പേരെന്താ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. മാനേജ്മെൻറ്റിന് ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടിയിട്ട്, അവർക്ക് ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ പല സബ്ജക്റ്റും പല ബ്രാഞ്ചസിലും അവർ നോക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നോക്കും, കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു, P&L ബാലൻസ് ഷീറ്റൊക്കെ ചെക്ക് ചെയ്യും. അതേപോലെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് കമ്പനിക്ക് വന്നിരിക്കുന്ന കോസ്റ്റ്, എത്രമാത്രം കോസ്റ്റ് ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യും. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ പഠിക്കുന്ന ടോപ്പിക്സ് ഒക്കെ എന്തായിരിക്കും? കോസ്റ്റുമായി ബന്ധപ്പെട്ടായിരിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കമ്പനിയുടെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിപ്പോർട്ട്സ് ഉണ്ടാക്കാം. ഇന്റേണൽ റിപ്പോർട്ട്സ് എന്നൊക്കെ പറയും. ഇന്റേണൽ റിപ്പോർട്ട്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ആ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിനും പബ്ലിക്കിനൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ബട്ട് ഒരു കമ്പനിയുടെ ഇന്റേണൽ റിപ്പോർട്ട്സ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന് വേണ്ടി മാത്രമുള്ള റിപ്പോർട്ട്സ്, അതൊരിക്കലും എല്ലാ ആൾക്കാർക്കും കിട്ടില്ല. നമ്മൾ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്ര, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കായിരിക്കും? മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. ഈ മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഈ കോസ്റ്റ് വെച്ചിട്ട് അവർ ഫർദർ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു കമ്പനി, നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിച്ച സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രകാരം ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിച്ചു. ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ₹100 ആണ്. 100 രൂപയാണ് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്. ഇപ്പൊ കമ്പനി നോക്കുന്ന സമയത്ത് ഇത്രയും നാള് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് 250 രൂപക്കാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ. 250 രൂപക്കാണ് ഇത്രയും നാള് നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി പ്രോഡക്ട്സ് സ്റ്റോക്കിൽ കിടക്കുന്നുണ്ട്. ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് ഒത്തിരി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ കമ്പനി ഒരു ഓഫർ ഇടാൻ തീരുമാനിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. ഇപ്പൊ കമ്പനി ഈ സ്റ്റോക്ക് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബൈ 1 ഗെറ്റ് 1 ഫ്രീ കൊടുക്കുമ്പോൾ കമ്പനിക്ക് നഷ്ടം വരുമോ ഇല്ലയോ? ഈ ഒരു കേസിൽ ആലോചിച്ച് നോക്കും. ഇപ്പൊ കമ്പനി വിൽക്കുന്ന 100 രൂപ കോസ്റ്റുള്ള സംഭവം ഇപ്പൊ വിൽക്കുന്നത് 250 രൂപക്കാണ്. ക്ലിയർ ആണ്? ഇനി ഒരു കസ്റ്റമർ വന്നിട്ട് സെയിം പ്രൊഡക്റ്റ് ഒരെണ്ണം മേടിക്കുമ്പം അവൻ 250 രൂപ കൊടുക്കും. കമ്പനി അവൻ ഒരെണ്ണം ബൈ ചെയ്യുമ്പം പ്ലസ് ഒരെണ്ണം കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ കൊടുക്കണം. കമ്പനിയുടെ ആംഗിളിൽ നോക്കുമ്പോൾ 200 റുപ്പീസാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്, കറക്റ്റ് അല്ലേ? ബട്ട് ഒരെണ്ണം വിൽക്കുമ്പോൾ 250 രൂപ മേടിക്കും.
ഒരെണ്ണം മേടിക്കുന്നവന് ഒരെണ്ണം കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. സോ ബൈ വൺ ഗെറ്റ് വൺ ആണെങ്കിൽ അപ്പോഴും കമ്പനിക്ക് അവിടെ നഷ്ടം വരുന്നില്ല. അപ്പം നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ കൊടുക്കണോ, ബൈ വൺ ഗെറ്റ് ടു കൊടുക്കണോ, അതൊക്കെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പം മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം. അവർക്ക് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം, തീരുമാനിക്കാം. അതിൻ്റെ ബേസിൽ അവർക്ക് പറയാം, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, മാർച്ച് മാസം അവസാനമല്ലേ, ഇയർ എൻഡ് അല്ലേ, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യാൻ പോകല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഓഫർ കൊടുക്കാം, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. അപ്പോൾ അതെങ്ങനെ ഒരു ഓഫർ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ഉണ്ടാവണം. ആ കോസ്റ്റ് അക്കൗണ്ടന്റ് കറക്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് കോസ്റ്റ്, ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. പ്രോഫിറ്റ് കിട്ടുന്നെങ്കിൽ ഓക്കെ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ എപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കേണ്ടത്, നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് കിട്ടും, ഇതൊക്കെ അറിയണമെങ്കിൽ അവിടെ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആവശ്യം തീർച്ചയായിട്ടും വേണം. അപ്പം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് റിപ്പോർട്ട്സ് നമ്മൾ ജനറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ മാനേജ്മെന്റ് അവിടുന്ന് എടുത്തിട്ട് അത് എന്ത് ചെയ്യും, അത് വെച്ചിട്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റിന് അവരെ കമ്പനിയുടെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ വളരെ അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്തൊക്കെ പഠിച്ചോ അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരും. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കും. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു കേസ് ഞാനിപ്പോൾ കാണിക്കാം. അതായത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം. എനിക്ക് പിക്ചർ വരയ്ക്കാൻ വലിയ ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇതാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതൊരു ബോക്സ് ആണ്. ഇവിടെ ചെറിയൊരു ഹാൻഡിൽ ഇവിടെ ഉണ്ട്. ചെറിയൊരു സംഭവം കൂടെ ഫിറ്റ് ചെയ്യണം. അതും കൂടെ ഫിറ്റ് ചെയ്തിട്ടാണ് കമ്പനി പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഹാൻഡിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഒരു കോമ്പോണന്റ് കമ്പനി മേക്ക് ചെയ്യുന്ന സമയത്ത് 20 രൂപ കോസ്റ്റ് വരും. വേണമെങ്കിൽ കമ്പനിക്ക് ഇത് ഔട്ട്സൈഡുള്ള സപ്ലയറുടെ അടുത്ത് മേടിച്ചിട്ട് ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. അങ്ങനെ സപ്ലയറുടെ അടുത്ത് മേടിക്കാൻ പോകുമ്പോൾ അവന് 15 രൂപ കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ഈ ഒരു ബോക്സാണ്. ആ ബോക്സിൽ ഫിറ്റ് ചെയ്യുന്ന ചെറിയൊരു കോമ്പോണൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് മേക്ക് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പം നമ്മളത് മേക്ക് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് 20 രൂപ. സെയിം സാധനം നമ്മൾ ഒരു സപ്ലയർ അടുത്ത് പോയിട്ട് ഔട്ട്സൈഡ് സപ്ലയർ അടുത്ത് പോയിട്ട് നമ്മൾ മേടിച്ചിട്ട് ഫിറ്റ് ചെയ്യണം. സാറേ മാനുഫാക്ചറിങ് കമ്പനി അല്ലേ, പിന്നെന്തിനാ മേടിക്കുന്നത്? മാനുഫാക്ചറിങ് കമ്പനി മാനുഫാക്ചറിൽ ചെയ്യേണ്ടത്. ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് മെയിൻ പ്രോഡക്റ്റ് ഇതല്ല. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, തൽക്കാലം നമ്മളത് മാനുഫാക്ചർ ചെയ്യേണ്ട, അത് മേടിച്ചിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് മേക്ക് ചെയ്യണോ ബൈ ചെയ്യണോ, ഏതാണ് ബെസ്റ്റ്? സോ മേക്ക് ഓർ ബൈ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നമുക്ക് പഠിക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് പറയുമ്പം എനിക്ക് ഇത്ര മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒറ്റ പോയിന്റ് ഓഫ് വ്യൂ, അതായത് ജസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ 20 രൂപ കോസ്റ്റ് വരും. സെയിം ക്വാളിറ്റിയുള്ള സാധനം കിട്ടാൻ 15 രൂപ. സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്താ, നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്തിട്ട് എന്ത് ചെയ്താണ്, ഫിറ്റ് ചെയ്താൽ. അപ്പോൾ അത് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കും. മേക്ക് ചെയ്യണോ ബൈ ചെയ്യണോ ഒന്നത്. ഇനി ഒരു കമ്പനിക്ക് ഒരുപാട് യൂണിറ്റ് വരുന്നുണ്ട്. യൂണിറ്റ് 1 ഒരുപാട് സ്ഥലത്ത് ബിസിനസ് ഉണ്ട്. യൂണിറ്റ് 1, യൂണിറ്റ് 2 ഒത്തിരി ഡിവിഷൻസ് ഉണ്ട്. ചില ഡിവിഷൻസ് കമ്പനിക്ക് പ്രോഫിറ്റ് തരുന്നില്ല, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, എ പ്രൊഡക്റ്റ്, ബി പ്രൊഡക്റ്റ്, സി. അപ്പോൾ ഇതിൽ ഏത് പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യണം, ഏത് പ്രൊഡക്റ്റുമായി മുന്നോട്ട് കൊണ്ടുപോകണം, കണ്ടിന്യൂ ചെയ്യണോ, ചില പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചില യൂണിറ്റ് ക്ലോസ് ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണോ, അപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്, അത് നമ്മൾ ഇവിടെ പഠിക്കും. ഈ സബ്ജക്റ്റിൽ പഠിക്കും. എപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യണം, എപ്പോൾ കണ്ടിന്യൂ ചെയ്യണം, അത് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കും. അതേപോലെ നമുക്ക് ഏത് പ്രൊഡക്റ്റ് വിറ്റാലും പ്രോഫിറ്റ് കിട്ടും. പ്രൊഡക്റ്റ് എ വിറ്റാലും, പ്രൊഡക്റ്റ് ബി വിറ്റാലും, പ്രൊഡക്റ്റ് സി വിറ്റാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും.
ഉറപ്പാണ്. ബട്ട് നമുക്ക് പ്രൊഡക്ഷന് വേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പം ഞാൻ ലേബർ ഹവേഴ്സ് ഇത്ര എംപ്ലോയീസേ കമ്പനിയിലുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നാൽ ആകെ 1000 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെഷീൻ ഹവേഴ്സ് 1000 മണിക്കൂറേ മെഷീൻ ആകെ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആകെ 1000 കിലോ റോ മെറ്റീരിയൽ നമ്മുടെ കമ്പനിയിലുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ എ പ്രൊഡക്റ്റ്, ബി പ്രൊഡക്റ്റ്, സി പ്രൊഡക്റ്റ്, ഇതിൽ ഏത് പ്രൊഡക്റ്റ് എ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, ബി എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, സി എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, അത് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കും. ഇതിന് പറഞ്ഞ പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇതൊക്കെ ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. സോ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഏതൊക്കെ പ്രൊഡക്റ്റ് എത്ര വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം, അത് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കും. അതിന് പറഞ്ഞ പോലെ കീ ഫാക്ടർ, ലിമിറ്റിംഗ് ഫാക്ടർ എന്നൊക്കെ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആകെ 1000 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്, അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ മാനേജ്മെന്റ് തീരുമാനിക്കും. അവിടെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ്റ്റിങ്ങിന്റെ കോൺസെപ്റ്റാണ്. ഓക്കെ, ഒന്ന് അത്. പിന്നീട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലി അത് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, സെമി ഓട്ടോമേറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, മാനുവലി പ്രൊഡ്യൂസ് ചെയ്യാം. ഏതാണ് ബെസ്റ്റ്? ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ. ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് ബെസ്റ്റ്, എപ്പോഴാണ് ഇൻഡിഫറൻസ് ആയി മാറുന്നത്, ഡിഫറൻസ് ഇല്ലാത്ത ഏത് ഓപ്ഷനോടെ പോയാലും സെയിം ആണ്. എപ്പോഴാണ് ഞാൻ ഓട്ടോമേറ്റഡ് ഓപ്ഷൻ 2ലേക്ക് പോകേണ്ടത്? വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഇതിൽ ഏത് ഓൾട്ടർനേറ്റീവ് 1 ആണോ ഓൾട്ടർനേറ്റീവ് 2 ആണോ ബെസ്റ്റ്? ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് ഏത് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യണം? എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് നല്ലത്? എത്ര യൂണിറ്റ് വരുമ്പം ഏതെടുക്കണം? ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏത് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് അതിന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റിംഗ് പഠിച്ചിട്ട് സെക്കൻഡ് ഗ്രൂപ്പിലെ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇതായിരിക്കും നിങ്ങൾ CMA ഫൈനൽ പാസ്സായിട്ട് ഈ സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു കമ്പനി, ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ സബ്ജക്റ്റ് ഇത് തന്നെയായിരിക്കും. യാതൊരു ഡൗട്ടും. ടാക്സും എല്ലാം വരും, എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു മാനുഫാക്ചർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അതിന് കോസ്റ്റ് കണ്ടുപിടിക്കാനും ഒക്കെ വരുന്നത് എന്താ? ഈ ഒരു സബ്ജക്റ്റ് തന്നെ, ഈ പേപ്പർ തന്നെ. അതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു കോഴ്സിന് ഇങ്ങനെ ഒരു പേര് വരുന്നത്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്. അപ്പം നിങ്ങളിത് പഠിക്കുമ്പം ഇതിൻ്റെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് CMA ഫൈനലിനും വരും. CMA ഫൈനലിനും ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സബ്ജക്റ്റ് റിപ്പീറ്റ് ആയിട്ട് അവിടെയും വരും. ഓക്കെ, അവിടെ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ബേസ് ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റിംഗ് പഠിച്ച സ്റ്റുഡൻറ്റ് നേരെ സെക്കൻഡ് ഗ്രൂപ്പിലെ വരുമ്പോൾ നമ്മൾ അവിടെ പഠിച്ച കാര്യം എങ്ങനെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക, അവിടെ പഠിച്ച കോസ്റ്റിൻ്റെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ സബ്ജക്റ്റിന് ലാസ്റ്റ് ഒരു ഏരിയ ഉണ്ട്, വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ. നമ്മൾ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പം ഇപ്പം നാളെ ഇപ്പം മഴ പെയ്യുമോ അല്ലെങ്കിൽ മഴ പെയ്യില്ലേ, ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യേണ്ടത്, ആ സമയത്ത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് വിൽക്കണം. നമ്മൾ ഫ്യൂച്ചറിൽ അൺസർട്ടനിറ്റിയാണ്, ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പ്രോബബിലിറ്റി, വരാൻ പോകുന്ന ഔട്ട്കംസ് എത്രമാത്രം പ്രോബബിലിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് കേട്ട് ടെൻഷൻ അടിക്കരുത്, വലിയ സംഭവം ഒന്നുമില്ല. നമ്മളിവിടെ പഠിക്കും എത്രമാത്രം ഡീവിയേഷൻ വരുന്നത്, ഡീവിയേറ്റ് ആയി പോകുന്നുണ്ട്, നമുക്ക് പഠിക്കാം. ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ ഇത് വലിയ മാത്തമെറ്റിക്സോ അങ്ങനെയുള്ള ടഫുള്ള സബ്ജക്റ്റോ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഇത് പക്ക നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ പ്രാക്ടിക്കലി കാണുന്ന എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. വലിയ വലിയ ടഫുള്ള എക്സാംസ് ഒന്നും പറയില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ലൈഫിൽ കാണുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ ഒരു ക്ലാസ് പോലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഡെയിലി എടുക്കുന്ന കാര്യം അന്ന് തന്നെ പഠിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോത്ത് പാസ്സാവാം, ഫൈനലിലേക്ക് വരാം, ഫൈനൽ പാസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും
റെഡി ആയിട്ട് നിൽക്കുക, ഇന്ററിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. ഇന്ററിന്റെ ക്ലാസ്സിൽ വെച്ച് നമുക്ക് എല്ലാവരും മീറ്റ് ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. പഠിച്ചവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അതറിയാലോ. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിലുണ്ടാവും, അതായിരിക്കും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതൊരിക്കലും നമുക്കൊരാൾ മീൻസ് നമ്മൾ പഠിച്ച കാര്യം നമ്മൾ അസറ്റാണ് എപ്പോഴും, അതാർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നല്ല രീതിയിൽ പഠിക്കുക, പാസ്സാവണം. എന്ന് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അധിക സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്ന, ജോയിൻ ചെയ്യാൻ വരുമ്പോൾ നല്ല നല്ല അടിപൊളി മൈൻഡ് സെറ്റിൽ വരും. ബട്ട് ക്ലാസ് കഴിയാൻ നേരത്തെ എന്ത് ചെയ്യും, അവർ ലാസ്റ്റ് ഹോംവർക്ക് ഒന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തോറ്റുപോകും, അത് യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വരുന്ന മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് അടിക്കാൻ പറ്റും. അങ്ങനെയാണ് ട്രിപ്പിളിലൊക്കെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായത്. ഇവിടെ ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ വന്നത് എങ്ങനെ, അവർ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അതേ ലെവലിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് അടിക്കാൻ പറ്റും, അത് യാതൊരു ഡൗട്ടും ഇല്ല. സോ നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ എല്ലാം സെറ്റാണ്. ട്രിപ്പിൾ ഒരു അക്കാദമിക് ടീം തന്നെ നമുക്ക് വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക, പാസ്സാവുക. ഓക്കെ.